ഹലോ, അസ്സലാമലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. മഴയൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുന്നുണ്ടാവും അല്ലേ? മക്കളെ സ്കൂളൊക്കെ തുറന്ന് ഇപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന തിരക്കും രാവിലെ എല്ലാവരും ബിസി ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാനും നിങ്ങളെ പോലെ തന്നെ രാവിലെ ബിസിയാണ് കേട്ടോ. രാവിലെ മക്കൾക്കുള്ള ഫുഡും രാവിലത്തേക്കുള്ള ഭക്ഷണവും അവരെ മദ്രസയിൽ വിടലും അത് കഴിഞ്ഞ് സ്കൂൾ വിടലും എല്ലാം കൂടെ ഒരു 9 മണി വരെ ഒരു ഓട്ടാണ്. നമുക്ക് അടങ്ങി നിൽക്കാൻ പറ്റില്ല. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടാണ്. അപ്പോൾ ഞാൻ എന്നും നമ്മൾ രാത്രി കിടക്കുമ്പോൾ തന്നെ വിചാരിക്കും നാളെ രാവിലെ എന്താ രാവിലത്തേക്ക് ഉണ്ടാക്കുക, കഴിക്കാൻ എന്താ ഉണ്ടാക്കുക. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണല്ലോ അല്ലേ, സംശയമാണല്ലോ അത്. എന്താ ഉണ്ടാക്കേണ്ടത് നേരെ വെളുത്താലും നമുക്ക് തോന്നും ഇനിയിപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കുക. മക്കൾക്കാണെങ്കിൽ എന്നും ദോശ, പുട്ടുണ്ടാക്കാൻ പറ്റൂല, ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റൂല. അങ്ങനെ അവർക്ക് ദോശ പറ്റും, പിന്നെ പത്തിരി പറ്റും, ഭൂരി, ചപ്പാത്തി ഇത് പറ്റും. അപ്പോൾ ഭൂരിയൊക്കെ പിന്നെ രാവിലെ തന്നെ എണ്ണക്കടി ആകുമ്പോൾ ഭയങ്കര എന്താ പറയുക മയക്കാണ് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇന്ന് മുട്ടക്കറിയും പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടക്കറി സാധാരണ പുഴുങ്ങിയിട്ട് കറിയിലിടലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആംപ്ലേറ്റ് അടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കറിയിലിടാം സാധാരണ പതിവ്. ഇന്ന് ഞാൻ വെറൈറ്റി പിടിച്ചു പറഞ്ഞാൽ ഞാൻ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കിയിട്ടേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ഇളക്കാതെ അങ്ങനെ ഇട്ടിട്ട് വേവിച്ചു. അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്ത പോലെ തന്നെ ആ മുട്ട അങ്ങനെ കലങ്ങാതെ ഉണ്ണി അങ്ങനെ കലങ്ങാതെ കെടുക്കുകയും ചെയ്യും. അതിൻ്റെ ആ ഒരു ഫ്ലേവർ കറിയിക്കൊണ്ട് ചേർന്ന് കഴിഞ്ഞാൽ കറി നല്ല ടേസ്റ്റ് കിട്ടും. മുട്ടക്കറിയുടെ ടേസ്റ്റ് ചോയണ്ട് കിട്ടും നമുക്ക്. മറ്റേത് നമ്മൾ പുഴുങ്ങിയിട്ട് കഴിഞ്ഞാൽ മുട്ടക്കറിയാണെന്ന് പറയാം, പക്ഷേ അതിൽ കോഴിമുട്ടയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ലല്ലോ. പുഴുങ്ങിയിടുമ്പോൾ അതും കറിയും കൂടി ഒരു ബന്ധമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ കറി വെച്ചപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടിരിക്കണം. കുട്ടികൾ പറഞ്ഞ അടിപൊളിയിക്കുന്ന ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ് കറി. ദോശയ്ക്കാണെങ്കിലും പത്തിരിക്കാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ആ കറിക്ക് ഏതായാലും മുട്ടക്കറിയൊക്കെ നല്ല വെറൈറ്റി പിടിച്ചുണ്ടാക്കിയതല്ലേ. അപ്പം എന്നാൽ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് സമയമില്ലാത്ത സമയത്ത് പത്തിരി ഉണ്ടാക്കി. രാവിലെ പറഞ്ഞില്ല തിരക്കാണ്, എങ്കിലും കുഴപ്പമില്ല. ഈ ദോശ നിന്നിങ്ങനെ പാരനെക്കാട്ടിലും എളുപ്പം ഇതാണ് വെച്ചിട്ട് ഇന്ന് പത്തിരി ഉണ്ടാക്കാൻ വെച്ചിട്ട് എളുപ്പം പത്തിരിപ്പണി. പിന്നെ ഒരു കാര്യം, കുട്ടികൾ ഉച്ചക്ക് ഇവർ കൊണ്ടുപോവുക, രാവിലത്തെ കടിയാണ് കൊണ്ടുപോവുക. ഉച്ചക്ക് അവർക്ക് ലഞ്ച് ചോറ് വേണ്ട. അവർ രാവിലത്തെ എന്താണോ ഉണ്ടാക്കുന്നത്, ദോശയാണെങ്കിൽ ദോശ, പുട്ടാണെങ്കിൽ പുട്ടിന് അധികം ഉണ്ടാക്കാറില്ല. ഉച്ചക്കൊക്കെ പുട്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങിയിട്ട് പിന്നെ ചങ്കൊന്നും ഇറങ്ങൂല. അപ്പോൾ ഞാനങ്ങനെ പുട്ടങ്ങനെ സ്കൂളിലേസ് ഉണ്ടാക്കാറില്ല. പുട്ടുണ്ടാക്കും, നല്ല ചിക്കൻ കറിയോ ബീഫോ കറി അങ്ങനെ കണ്ടെന്നുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പുട്ട് ഇഷ്ടമാണ്. അങ്ങനെ പത്തിരി ഉണ്ടാക്കി, അത് ചുടുന്നുണ്ട്. ഒരു തലക്കെ ഞാൻ അപ്പോഴത്തേന് ക്യാരറ്റ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അത് അപ്പുറത്ത് അടുപ്പത്തിരിക്കുന്നുണ്ട്. കണ്ടാ, ക്യാരറ്റ് തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇവരെല്ലാവരും പോകുന്നതിന് കൂടി ചോറാവണം, കൂട്ടാനാവണം, രാവിലത്തേക്കുള്ള പലഹാരങ്ങളാവണം, അത് കൊണ്ടുപോകാനുള്ളതാവണം. എല്ലാം കൂടെ നമ്മളിങ്ങനെ അങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലാണ് അല്ലേ. അപ്പോൾ ഇതാ ഒരാൾ പോകാനായി, അവൻ നീറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ചായ കുടിക്കുകയാണ്. അവൻ്റെ കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ മുത്തുമണികൾ ഇതാ മദ്രസ ഇട്ട് വന്നപ്പോൾ അവർക്കുള്ള സ്നാക്സും ലഞ്ചും ഒക്കെ ഞാൻ റെഡിയാക്കിയിരുന്നു. അപ്പോഴത്തേന് അവർ മദ്രസ ഇട്ട് എത്തിയിട്ടുണ്ട്. ഇനി അവരെ മോളെ മുടി കെട്ടി കൊടുക്കണം, പിന്നെ യൂണിഫോം ഇട്ട് കൊടുക്കണം. മദ്രസത്തേക്ക് ഫർദല്ലേ, അപ്പോൾ അതൊക്കെ മാറ്റി യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് അവർക്ക് ഫുഡ് കൊടുക്കണം. ഇന്ന് 10 കാരണം അവർ രാവിലെ പോകുമ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. ചെറുതായിട്ട് ചായ മാത്രം കുടിച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇതൊക്കെ റെഡിയാക്കി ലഞ്ചും സ്നാക്സും ഒക്കെ റെഡിയാക്കി അവരുടെ ബാഗിൽ സെറ്റാക്കി വെച്ചാൽ പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേനും അവരെ വണ്ടി വരും, പിന്നെ ഒരു ഓട്ടാണ്. അപ്പോൾ അതൊക്കെ റെഡിയായി ഇനി അവർക്ക് ഫുഡ് കൊടുക്കട്ടെ. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് വണ്ടി ഇതാ വന്നു. ഞങ്ങളിത് ഓടുന്ന് കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ